ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു 𝙑𝙤𝙬𝙬 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടാം. ശരിക്കും ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ടിപ്സും ട്രിക്കും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ അങ്ങനെ ഓൾറെഡി നമ്മളെ തമ്മിലായിരിക്കും. ഇതൊക്കെ ആക്ച്വലി നമ്മളെ ക്ലിക്ക് ചെയ്യിപ്പിക്കാതെ പരിപാടിയാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞോട്ടെ, പച്ചയ്ക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞോട്ടെ. ഇതിന് ആക്ച്വലി ടിപ്സും ട്രിക്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ പ്രത്യേകിച്ച് നമുക്ക് പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ആക്ച്വലി ഒരു 90% വർക്കാവുന്ന ഒരു ട്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ഒരു ഫുള്ളി 100% ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും 90% ആൾക്കാർക്ക് ഇത് വർക്ക് ആവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പോയിന്റിലേക്ക് ഇറങ്ങാനായിട്ട് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയതാണ്. നിങ്ങൾ URL ഉണ്ടായിരിക്കും ചെക്കൗട്ട് നോക്കാൻ മറക്കാനായിട്ട്. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിംഗ് കുറച്ച് എളുപ്പമാക്കുന്ന ഒരു വെബ്സൈറ്റ് തന്നെയായിരിക്കും, നോക്കാൻ മറക്കണ്ട കേട്ടോ. സൗണ്ട് മാറി നമ്മുടെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്താ ചോദിച്ചാൽ നിങ്ങൾക്കിപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ മോസ്റ്റ്ലി എല്ലാ ബാങ്കും 750 എബോ സിബിൽ സ്കോർ നോക്കും. അത് ഒരു ഫിക്സഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പോലെയാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ സിബിൽ സ്കോർ നോക്കുകയാണ്. അപ്പോൾ 750 താഴെയാണെങ്കിൽ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യാനേ പോകണ്ട. എന്താ വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ മിനിമം 10 പോയിന്റ് വെച്ച് കുറയും. അപ്പോൾ നിങ്ങൾ ആദ്യം അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് നിങ്ങളുടെ സിബിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ സിബിൽ ഫ്രീ ആയിട്ട് നോക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകളും ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ 1 സ്കോർ പറയാം. ഞാൻ പ്രൊമോട്ടും കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് ഉപയോഗിക്കട്ടെ. നമ്മൾ ഉപയോഗിക്കാറുള്ള ആപ്പ് 1 സ്കോറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി 1 കാർഡ് നമ്മളിലുണ്ട്. നമ്മുടെ മെയിൻ കാർഡ് എന്താ പറയുക, സൗദി ബാങ്കിൻ്റെ 1 കാർഡ് നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 1 സ്കോർ പറഞ്ഞാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബജാജ് ഫിൻസർവിലുണ്ട്, ആമസോണിലുണ്ട്, ഇപ്പോൾ കുറേ സംഭവത്തിലുണ്ട് ഇപ്പോൾ ക്രെഡിറ്റ് സിബിൽ സ്കോർ നോക്കുന്ന പരിപാടി. അതിൽ നിങ്ങൾ നോക്കേണ്ട ഫസ്റ്റ് എന്ന് വെച്ചാൽ ട്രാൻസ് യൂണിയൻ സിബിലാണ് നോക്കേണ്ടത്. വെച്ചാൽ ബാക്കി 4 നമ്മുടെ ക്രെഡിറ്റ് സ്കോറുകൾ വേറെ ഏജൻസികളുണ്ട്. അതായത് എക്സ്പീരിയൻ അങ്ങനെ കുറേ സംഭവമുണ്ട്, QX. അതൊന്നും നോക്കണ്ട. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബാങ്ക്സുകൾ നോർമലി നോക്കേണ്ട സിബിലാണ് നോക്കേണ്ടത്. അപ്പോൾ അത് ഫസ്റ്റ് നോക്കുക. നിങ്ങൾ 750 ഉണ്ടോ അല്ലെങ്കിൽ 750 എബോ ഉണ്ടോ നോക്കുക. 750 എബോ ആണെങ്കിൽ ഏറ്റവും നല്ലത്, 750 ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് നോക്കിയിട്ട് നിങ്ങളിപ്പോൾ പിന്നെ നോക്കേണ്ടത് ഏജ് ലിമിറ്റാണ്. 21 to 21 എബോ ഉള്ളവർ മാത്രം നോക്കിയാൽ മതി. എന്നുവെച്ചാൽ സ്റ്റുഡൻസിനും കാര്യങ്ങളൊക്കെ ഇത് നോർമലി ഒരു 95% അപ്രൂവ് ആവില്ല. ഒരു 21 എബോ ഉള്ളവർക്ക് മാത്രമേ അപ്രൂവ് ആവുള്ളൂ. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ആക്ച്വലി സാലറീഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെയുള്ളൊരു പിന്നെയുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ടിന് ഡിപ്പെൻസ് ആണ്. അതിനെ കുറിച്ച് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഭയങ്കര ഹൈ ഡിമാൻഡുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളിൽ സാലറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതില്ലാത്തവർക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ കയറിയിട്ട് ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാം. ഒരു പ്രീമിയം അക്കൗണ്ട് തന്നെയാണ് ആയിക്കോട്ടെ. നിങ്ങൾക്കതായിരിക്കും പ്രീമിയം അക്കൗണ്ട് ആകുമ്പോൾ അതിന് മെയിൻ്റനൻസ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ നോക്കണം കേട്ടോ. നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ഇതിൽ വേണ്ടല്ല. അത് നിങ്ങൾ തുടങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ. എന്നുവെച്ചാൽ സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കിയാൽ തന്നെ അവർക്കൊരു വിലയില്ലാത്തൊരു സംഭവമാണ്. എന്നുവെച്ചാൽ അവർ സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കാറില്ല. എന്നുവെച്ചാൽ അത് ആക്ച്വലി ഇപ്പോൾ കൊടുക്കുന്നത് തന്നെ പ്രധാനമന്ത്രി യോജന എന്നൊരു സംഭവത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അവർ വാലിഡായിട്ട് നോക്കില്ല. അപ്പോൾ നിങ്ങൾ സീറോ ബാലൻസ് എടുത്തിട്ട് കാര്യമില്ല. നോർമൽ അക്കൗണ്ടോ അല്ലെങ്കിൽ റെഗുലർ സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് അത് വെറുതെ എടുത്ത് വെച്ചാൽ മാത്രം പോരാ. അപ്പം അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ മെയിൻ്റനൻസ് ഒരു എന്താ പറയുക ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഫോളോ ചെയ്യും വേണം. ഒരു 6 മാസത്തേക്ക് നല്ല ക്രെഡിറ്റും ലിമിറ്റും വരുത്തുക. അതായത് അത്യാവശ്യം നല്ല എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ അക്കൗണ്ടിൽ തന്നെ ചെലവ് ചെയ്യുക, അതായത് ഡെബിറ്റും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി വരുമ്പോൾ, ക്രെഡിറ്റ് ഹിസ്റ്ററി നല്ലത് ആക്ച്വലി ബാങ്ക് ഹിസ്റ്ററി എന്നുവെച്ചാൽ നമ്മുടെ അക്കൗണ്ട് ഹിസ്റ്ററി വരുമ്പോൾ നോർമലി ഒരു 90% ഉള്ള പ്രൈവറ്റ് ബാങ്കുകൾ നമുക്ക് ആക്ച്വലി ഒരു പ്രീ അപ്രൂവ്ഡ് ഓഫറായിട്ട് നമുക്ക് വരും. എന്നുവെച്ചാൽ ഇവർക്ക് തന്നെ നമ്മുടെ അക്കൗണ്ട് നല്ലൊരു മെയിൻ്റനൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി അൽഗോരിതം ബേസ്ഡ് ആണ്. അപ്പോൾ അത് വരും ഓട്ടോമാറ്റിക്കലി. ഒരു 100% ഞാൻ പറയുന്നില്ല, ഒരു 90% എന്തായാലും നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ഓഫർ വരും. നിങ്ങളുടെ ലിമിറ്റ് ചിലപ്പോൾ കുറവായിരിക്കും, എന്നാലും പക്ഷേ ഓഫർ വരും. അതും ഒരു അൺസെക്യൂർഡ് കാർഡാണ് വരിക. അതിപ്പോൾ നിങ്ങൾക്കത് അറിയാം. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സെക്യൂർഡ് കാർഡ് എടുക്കുക. അതായത് FD ഇട്ടിട്ട് അതിന് ബേസിക് ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണ്. അതാണ് ഏറ്റവും എന്താ പറയുക വേറെ ഒറ്റ ക്രെഡിറ്റ് കിട്ടാത്തുള്ളവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ അതിന് FD ഇടണമല്ലോ. അപ്പോൾ അതെടുത്ത് പറയുന്നില്ല. അത് ശരിക്കും അത് മെത്തേഡ് ഉണ്ട്, പക്ഷേ ഞാൻ എടുത്ത് പറയാത്തത് കൊണ്ടാണ് കേട്ടോ. അൺസെക്യൂർഡ് കാർഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിങ്ങളൊരു ഓൾറെഡി ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളൊരു നോർമൽ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് എടുക്കുക. അതിലൊരു 6 മാസത്തേക്ക് നല്ല ക്രെഡിറ്റും ഡെബിറ്റും ഹിസ്റ്ററി വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഒരു 6 മാസം കഴിഞ്ഞ ഉടനെ തന്നെ മോസ്റ്റ്ലി ഒരു 90% എല്ലാ ബാങ്കുകളും ഇപ്പോൾ പ്രൈവറ്റ് ബാങ്കുകളുടെ കാര്യം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഒരു പ്രീ അപ്രൂവ്ഡ് ഓഫറായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് ഓഫറും ഒരു 90% ചാൻസിലും വരും കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്കും അങ്ങനെ വന്ന കുറേ ഹിസ്റ്ററികളുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് എടുത്ത് പറയാണ്, യൂസ് ചെയ്യണം കേട്ടോ. നമ്മുടെ അക്കൗണ്ട് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് യൂസ് ചെയ്യണം. നിങ്ങളുടെ ലിമിറ്റ് താഴ്ന്നു പോകാനോ അങ്ങനെയൊന്നും പാടില്ല. ഒരൊറ്റ നെഗറ്റീവും വരാൻ പാടില്ല, എന്നാലേ നമുക്ക് ഈ പ്രീ ഓഫർ കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. ഒരു 90% ഞാൻ ഉറപ്പ് പറയുന്നു, ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഒരു പ്രീ അപ്രൂവ്ഡ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് വരും. അതിൽ എടുത്ത് ഞാൻ പറയുന്നത് അത് പ്രൈവറ്റ് ബാങ്കുകൾക്ക് മാത്രമായിട്ട്, അതായത് HDFC, ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക്, ICICI ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ഇവരിലായിരിക്കും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇനി മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് നമ്മളത്തെ പറഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ വിടണം.